ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചാള മത്തി അത് 1/2 കിലോ കേട്ടോ. പിന്നെ ഈ കുഞ്ഞ് ചാളയായിരുന്നേ. അപ്പോൾ അതൊരു താളിട്ട് മീൻ പീര വെക്കാൻ വിചാരിച്ചു. ഇതുപോലെ താളും കൂടെ അരിഞ്ഞിട്ട് മീൻ പീര വെക്കാം. പിന്നെ പുളിയില ചൂടാം, താളുണ്ടെങ്കിൽ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചാള ഇച്ചിരി ഉള്ളുവെങ്കിലും നമുക്കത് കുറച്ചും കൂടി തോന്നും. പിന്നെ നല്ല രുചിയാട്ടോ അത്. അങ്ങനെയൊക്കെ താളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇല ഇങ്ങനെ ചുരുട്ടിയിടും. ചുരുട്ടാൻ നോക്കിയിട്ട് ചുരുളാട്ടോ കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അത് അരിഞ്ഞിട്ടു കുറച്ച്. അപ്പോൾ അതേ താളിൻ്റെ ഇലയും താളിൻ്റെ തണ്ണോട് കൂടി അരിഞ്ഞു. പിന്നെ അതേ ചാള നോക്കി കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചത് കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് അതിലേക്ക് ഇടുക കേട്ടോ. അല്ലെങ്കിൽ ചൊറിയും. പുളി ഉണ്ടെങ്കിലും അങ്ങനെ ഇട്ടാൽ ചൊറിയും. എന്നിട്ട് അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും കാന്താരിമുളകും, നല്ല എരിവുള്ള നല്ല കാന്താരിമുളക് കേട്ടോ. കാന്താരിമുളകും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലോട്ട് ഇഞ്ചിയോ ഉള്ളിയോ ഒന്നും വേണ്ട കേട്ടോ. അതൊന്നും ഇല്ലാതിരിക്കുക ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതെടുത്തിട്ട് അതിട്ട് തേങ്ങയും കാന്താരിമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അരക്കണ്ട, ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ താള് മീനിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് അത് ഈ അരപ്പ് കഴുകി ഒരു ശകലം വെള്ളവും കൂടെ വേണം. പിന്നെ അതിലോട്ട് കുടംപുളിയായിട്ട് ഇട്ട് കൊടുക്കണം. കുടംപുളി ഇടാം, മാങ്ങ ഇടാം. മറ്റേ ഇരുമ്പുളി ഉള്ള സമയത്ത് ഇരുമ്പുളിയൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അത് ആ മിക്സിയുടെ ജാറിൽ ഒരു ശകലം വെള്ളം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ശരിക്കും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്താൽ കേട്ടോ. അത് കൈ കൊണ്ട് തന്നെ ഇതേ സൈഡിൽ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഒത്തിരി ഉടയ്ക്കരുത്. ചാള കുഞ്ഞു മത്തിയല്ലേ, പൊടിഞ്ഞു. മിക്സ് ചെയ്തിട്ട് പിന്നെ അത് മൂടി വെച്ച് ഒരു മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിടണം. അപ്പോഴത്തേക്കും കണ്ട വെള്ളമൊക്കെ ഇറങ്ങിയിരിക്കും. ഇനി അതൊരു 2 മിനിറ്റ് മൂടി വെച്ച് ശരിക്കും ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതേ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വറ്റണേ ഉള്ളൂ. പിന്നെ അത് ഒന്നും കൂടി പതുക്കെ മീനൊന്നും ഉടയാതെ, മീൻ പീരാന്ന് പറയുമ്പോൾ ശരിക്കും ഉടയും കേട്ടോ. ഒന്ന് പതുക്കി ഇളക്കി കൊടുത്ത് പിന്നെ അതിലോട്ട് പച്ച വെളിച്ചെണ്ണ, നല്ലോണം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മിനിറ്റ് ആട്ടോ. മൊത്തത്തിൽ ഇത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അത് 1 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു. പിന്നെ ഇതേ കണ്ടോ, ഒരു ശകലം വെള്ളം കൂടെ ഉണ്ടായിരുന്നു. അത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു ഇച്ചിരി നേരം തുറന്ന് വെക്കുമ്പോൾ തന്നെ അത് വറ്റിയിരിക്കും കേട്ടോ. ഇത് നല്ല അടിപൊളി പീരയായിരുന്നു കേട്ടോ. അത്ര ടേസ്റ്റായിരുന്നു. ഇതേ വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കണേ കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.